ഹലോ, താരം മാറാനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് കൂടി പറയണം കേട്ടോ. ഇനി ഇതിന് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ താളി ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയില, അതൊക്കെ വേണം. പക്ഷെ അതല്ലാതെ ഇതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകം വേണം. അതാണ് നമ്മുടെ കൊടിയില അഥവാ കുരുമുളകിന്റെ ഇല. കുരുമുളകിന്റെ പച്ച ഇല എടുത്താൽ മതി, ഒരു 3-4 മതി കേട്ടോ. ഇത് പണ്ട് മുതലേ ഞാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് താരനൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു സംഭവമാണിത്. അന്ന് നമുക്ക് അമ്മമാർ എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ എന്റെ കുറെ അമ്മ പറഞ്ഞു തന്ന കുറെ ഹെയർ പാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. അപ്പൊ അതിനകത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഒരു പരിധി വരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ, താരൻ, അതുപോലെയുള്ള ചൊറിച്ചിൽ പോലത്തെ പ്രശ്നങ്ങളൊക്കെ മാറാൻ സൂപ്പറാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തിപ്പൂ വേണം, ചെമ്പരത്തിയുടെ ഇല വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ തുളസിയില വേണം, നമ്മുടെ ആര്യവേപ്പിന്റെ ഇല, അതുപോലെ തന്നെ കൊടിയില അഥവാ കുരുമുളകിന്റെ ഇല. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊരു കല്ലില്, ഒരു തുണി കഴുകുന്ന കല്ലില് നന്നായിട്ട് ഉരച്ചെടുക്കാം. അങ്ങനെ ഉരച്ചെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കറ്റാർവാഴയും കൂടെ ചേർക്കാം. ഞാനിതിപ്പം ഇങ്ങനെ ഉരച്ചെടുത്തിട്ട് കറ്റാർവാഴ ഇതിലേക്ക് ഇട്ട് ഞെവടി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കറ്റാർവാഴ നല്ലതായിട്ട് അതിന്റെ മഞ്ഞ കറ കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ തല നന്നായിട്ട് ചൊറിയും. ആ കറ കളയണം. ആ കറ നമുക്ക് വേണ്ട, മഞ്ഞക്കറ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കും. ഉലുവ ചേർക്കുന്നത് ഒരു ഷാമ്പൂവിന്റെ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നാച്ചുറൽ ഷാമ്പൂ ആയിട്ട് നമുക്ക് ഉലുവ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ചേർത്തത് പച്ച ഉലുവയാണ്, കാരണം ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എടുക്കുമ്പം നിങ്ങൾ തലേന്ന് അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്ത് ഉലുവ കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് തലയിൽ തേച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു തുള്ളി ഷാമ്പൂ കൂടി ചേർക്കാം. ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഡീപ്പായിട്ട് ക്ലെൻസ് ആവും. അപ്പൊ ടാറ്റ.